നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ലഫ്റ്റനന്റ് ഗവർണർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? പ്രസിഡന്റ് തീരുമാനം എന്തായിരിക്കും? 2014 വീണ്ടും ആവർത്തിക്കുമോ ഡൽഹിയിൽ? അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിലായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയേക്കുമെന്ന സൂചന കൂടി വരുന്നത്. കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരാഴ്ചക്കിടയിൽ 3 പത്രസമ്മേളനമാണ് സുനിത നടത്തിയത്. കേന്ദ്രം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ പുതിയ നീക്കം. നാളെ രാംലീല മൈതാനിയിൽ ആം ആദ്മി പാർട്ടി അതിശക്തമായ പ്രതിഷേധം നടത്താനിരിക്കുകയാണ്. ഡൽഹിയിൽ കേന്ദ്രത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? സാധാരണഗതിയിൽ ഒരു നിയമവാഴ്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജയിലിലടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് നടപടിയായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇത് ഞങ്ങൾ ലഫ്റ്റനന്റ് ഗവർണറിന് വിട്ടു നൽകുന്നു എന്നായിരുന്നു കോടതി പറഞ്ഞത്. അതായത് ലഫ്റ്റനന്റ് ഗവർണറിന് തീരുമാനിക്കാം. അങ്ങനെ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായാൽ അവരെ പൂർണ്ണമായും ഒഴിവാക്കി വിട്ടുകൊണ്ട് ആ മന്ത്രിസഭയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഗവർണറിന്റെ ഒരു നടപടി, രാഷ്ട്രപതി ഭരണം അവിടെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ്. സാധാരണ സംസ്ഥാനങ്ങളെ പോലെയല്ല ഡൽഹിക്ക് ഒരു പ്രത്യേക പദവിയുണ്ട്, പ്രത്യേക കുറച്ച് രീതികളുണ്ട്. കാരണം രാജ്യ തലസ്ഥാനം കൂടിയാണ്. ഇവിടെ ഡൽഹിയിൽ നടക്കുന്നത് ആർട്ടിക്കിൾ 239A യും 239A അതിനകത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തമായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആർട്ടിക്കിൾ 239A പറയുന്നുണ്ട്, പ്രൊവിഷൻ ഇൻ കേസ് ഓഫ് ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെർസി. അതായത് ഇഫ് ദ പ്രസിഡന്റ് ഓൺ റെസീപ്റ്റ് ഓഫ് എ റിപ്പോർട്ട് ഫ്രം ദ ലഫ്റ്റനന്റ് ഗവർണർ ഓർ അതർവൈസ് ഈസ് സാറ്റിസ്ഫൈഡ്. അതായത് ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്നും പ്രസിഡന്റിന് ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണ്, നിയമവാഴ്ച നടക്കുന്നില്ല, നിയമ സംവിധാനം കൃത്യമായി നടക്കുന്നില്ല, നിയമ വീഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പ്രസിഡന്റിന് തീരുമാനിക്കാൻ. മറ്റൊന്ന്, അതിനകത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ദാറ്റ് എ സിറ്റുവേഷൻ ഹാസ് അറൈസൺ ഇൻ വിച്ച് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ നേഷൻ ക്യാപിറ്റൽ ടെറിട്ടറി കനോട്ട് ബി ക്യാരിഡ് ഓൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ 239AA ഓർ ഇഫ് എനി ലോ മെയ്ഡ് ഇൻ പർച്ചേസൺ ഓഫ് ദി ആർട്ടിക്കിൾ. അല്ലെങ്കിൽ that for the proper administration of the nation capital territory is the necessary or expedient so to do എന്നാണ് പറയുന്നത്. The president may be order suspend the operation of any provision of article 239AA or of all or any of the provision of any law made in pursuance of the article for such period and subject to the condition as may be specified in such law and make such initial and consequential provisions as may appear to him to be necessary. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 239AA യിലും 239AB യിലും പറയുന്നതനുസരിച്ച് കൃത്യമായി ബോധ്യം ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറിന് വരികയാണ്. ഈ ഒരു നിയമവാഴ്ച കൃത്യമായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് കത്തെഴുതാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് തീരുമാനിക്കാം അവിടെ എന്താണ് വരേണ്ടത് എന്ന്. ഡൽഹിയിൽ 2014 രാഷ്ട്രപതി ഭരണം വരുന്നത്. 2014 ആം ആദ്മി, അതായത് ന്യൂനപക്ഷമായിരുന്ന ആം ആദ്മി രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ രാഷ്ട്രപതി ഭരണം വരുന്നത്. ഇത്തരത്തിൽ 239AA പ്രകാരം രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ വരികയാണെങ്കിൽ എന്തായിരിക്കാം പിന്നീടുള്ള തുടർ നടപടി എന്നത് കൂടുതൽ കാര്യങ്ങളുണ്ട്. അതായത് ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമായ ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണ്, അവിടെ നിയമവാഴ്ച കൃത്യമായല്ല നടക്കുന്നത്, ഈ ജയിലിനകത്തിരുന്നൊന്നും ഇത്തരത്തിൽ ഭരിക്കാനൊന്നും കഴിയുകയില്ല, അല്ലെങ്കിൽ പുറത്തു വരുന്നതൊക്കെ തന്നെ വ്യാജമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്, മുഖ്യമന്ത്രി പുറത്തിറക്കിയെന്ന് പറയുന്നതൊക്കെ വ്യാജമായിട്ടുള്ള റിപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കഴിഞ്ഞ കുറച്ചു നാൾ മുൻപ് ഡൽഹിയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു പീഡനം നടന്നു. ആ പീഡനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ തന്നെ ആവശ്യപ്പെട്ടുവെങ്കിലും അവിടെ ഈ സംസ്ഥാന സർക്കാർ ആ ഒരു ആവശ്യത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആ റിപ്പോർട്ടിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ലഫ്റ്റനന്റ് ഗവർണറിന് ആരോഗ്യമന്ത്രി കത്തയക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ആ ഒരു രീതി ഒരിക്കലും ഒരു മന്ത്രിയും ലഫ്റ്റനന്റ് ഗവർണറിന് കത്തയക്കാൻ പാടില്ല, അത് മുഖ്യമന്ത്രി വഴിയേ പറ്റുകയുള്ളൂ. മുഖ്യമന്ത്രി ജയിലിലായതുകൊണ്ട് തന്നെ കൃത്യമായ പ്രോസസ്സ് നടക്കുന്നില്ല എന്ന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ. അതൊക്കെ കൂടെ തന്നെയാണ് കേന്ദ്രം ഡൽഹിയിൽ ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. മറ്റൊന്ന്, സർക്കാരിനെ പിരിച്ചുവിടാതെ നിയമസഭ
നിയമസഭ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത GNCTA 1991 50 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി നടപടി മരവിപ്പിക്കാൻ കഴിയും. രാഷ്ട്രപതിക്ക് ഒരു നടപടി തന്നെ മരവിപ്പിക്കാൻ കഴിയും. പക്ഷെ അത് ഒരു കൊല്ലത്തേക്കാണ് മരവിപ്പിക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ മരവിപ്പിച്ചു കഴിഞ്ഞാൽ അത് നീട്ടണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അത് മരവിപ്പിച്ചു കഴിഞ്ഞാൽ നീട്ടണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും 2 സഭകളുടെയും അനുമതിയോടുകൂടി മാത്രമായിരിക്കും. മറ്റൊന്ന് പറയുന്നത്, ഏത് സംസ്ഥാനത്തെയും എപ്പോൾ വേണമെങ്കിലും യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റാനുള്ള കഴിവ് അത് കേന്ദ്രത്തിനുണ്ട് എന്ന് സുപ്രീം കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഡൽഹിയിലെ സ്പെഷ്യൽ പവറിനെ എടുത്തു മാറ്റിക്കൊണ്ട് ഡൽഹി ഒരു പക്ഷെ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ മാത്രം ഒരു പക്ഷെ യൂണിയൻ ടെറിട്ടറിയാക്കി പ്രഖ്യാപിക്കാനുള്ള നീക്കവും ഒക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു കഴിവും ഒക്കെ തന്നെ കേന്ദ്രത്തിനുണ്ട്. അത് സുപ്രീം കോടതിയിലേക്ക് പോയാലും സുപ്രീം കോടതിയിൽ ചെന്ന് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി തന്നെ സുപ്രധാന വിധി പറഞ്ഞിട്ടുള്ളതാണ്, ഏത് സംസ്ഥാനത്തെ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത്. എന്തായാലും എന്തായിരിക്കാം ഇനി ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത്? പലതരത്തിലുള്ള വഴികൾ, ഏകദേശം 3ഓളം വഴികൾ കേന്ദ്രത്തിന് ഉണ്ട്. അതായത് പ്രസിഡൻഷ്യൽ റൂള്, അതായത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ നിയമസഭയെ പിരിച്ചുവിടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കാനോ ഒക്കെ തന്നെ കഴിവുണ്ട്. അങ്ങനെ എന്തായിരിക്കാം ഇവിടെ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കേന്ദ്രം കൊണ്ടുവരുന്നതെന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും മറ്റൊന്ന്, ഒരുപക്ഷെ കേന്ദ്രം ഉറ്റുനോക്കുന്നത് കേജ്രിവാൾ 4 ദിവസവും കൂടിയാണ് EDയുടെ കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ എന്തായിരിക്കാം 4 ദിവസത്തിന് ശേഷമുള്ള നടപടി? ആ നടപടി ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ നടപടി എന്തെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം ഇനിയുള്ള കേന്ദ്രത്തിന്റെ നടപടി എന്ന് കൂടിയാണ് മനസ്സിലാവുന്നത്. എന്തായാലും പ്രസിഡൻഷ്യൽ റൂള് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ച തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു ചർച്ച നടക്കുന്നതിനിടയിലാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യയ്ക്ക് കൈമാറാനുള്ള തീരുമാനവുമായി AAP വരുന്നത്. എന്തായാലും കേജ്രിവാൾ ജയിലിൽ നിന്ന് സർക്കാരിനെ നയിക്കുമെന്ന് AAP ശഠിക്കുന്നുണ്ടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന കേന്ദ്രഭരണത്തിന് ശുപാർശ ചെയ്തേക്കുമെന്ന വിവരം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ജയിലിൽ നിന്ന് ഓടിക്കാൻ അനുവദിക്കില്ല എന്ന് സക്സേന നേരത്തെ പറഞ്ഞിരുന്നു. ഇതോടെയാണ് ബദൽ മാർഗം AAP ആലോചിക്കുന്നത്. ലിംഗഭേദം, പ്രായം, സാമ്പത്തിക സ്ഥിതി, പാർട്ടി ബന്ധം എന്നിവ പരിഗണിക്കാതെ തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന് 2 വാട്സാപ്പ് നമ്പറുകൾ പങ്കിട്ടുകൊണ്ടാണ് സുനിത വെള്ളിയാഴ്ച കേജ്രിവാൾക്കോ ആശീർവാദ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഇത് സുനിത വലിയ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ആദ്യ പടിയായാണ് രാഷ്ട്രീയ വിദഗ്ധർ കണക്കാക്കുന്നത്. 22 വർഷത്തെ സേവന പരിചയമുള്ള മുൻ IRS ഉദ്യോഗസ്ഥയാണ് സുനിത. പൊതുപ്രവർത്തനത്തിൽ കേജ്രിവാൾ സജീവമായപ്പോൾ തന്നെ സുനിത മറ്റു കാര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ ഈ നീക്കത്തെ പരിഹസിച്ച് BJP രംഗത്ത് വന്നിട്ടുണ്ട്. ബീഹാറിലെ റാബറി ദേവി കാലഘട്ടവുമായി ചേർത്ത് വായിച്ചാണ് BJP ഇതിനെ ആക്ഷേപിക്കുന്നത്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സുനിതയെ മുൻ ബീഹാർ മുഖ്യമന്ത്രി റാബറി ദേവിയുമായി താരതമ്യം ചെയ്തു. കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയവും പൗരാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നും എല്ലാവർക്കും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്നും ആഗോള ബോഡി പ്രതീക്ഷിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായിരിക്കാം കേന്ദ്രത്തിൽ നടക്കാൻ, അല്ലെങ്കിൽ ഈ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് എന്തായിരിക്കാം നടക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ കേന്ദ്രം. എന്തായാലും കേന്ദ്രത്തിന്റെ മുന്നിൽ പല വഴികളുണ്ട്. ഏത് വഴി കേന്ദ്രം സ്വീകരിക്കുമെന്ന് കണ്ടറിയാം.